സോയ, ഇതൊക്കെയാണ് വലിയ ചരിത്രം എന്ന് പറയുന്നത്. ഈ നെഹ്റു അംബേദ്കറെ അപമാനിച്ചതിന് കണക്കില്ല. ഏറ്റവും വലിയ വിവരങ്ങൾ ഉൾക്കൊള്ളുന്നത് എഡ്വിന മൗണ്ട് ബാറ്റന് നെഹ്റു എഴുതിയ കത്തുകളാണ്. ആ കത്തുകൾ പെട്ടിക്കണക്കിന് ഇപ്പോൾ സോണിയാഗാന്ധിയുടെ കസ്റ്റഡിയിലാണ്. അത് തിരിച്ചുപിടിക്കാനുള്ള ശ്രമങ്ങൾ കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. വളരെ കൃത്യമായി എഡ്വിന മൗണ്ട് ബാറ്റൻ പറയുന്നുണ്ട്, ഈ വലിയ തലത്തിലേക്കുള്ള അംബേദ്കറിന്റെ വരവ് ഞങ്ങൾ തടഞ്ഞു എന്ന്. 1952 ഓർക്കണം. അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച് ജയിപ്പിക്കാൻ വേണ്ടി ഒരു വിഭാഗം പണിപ്പെടുമ്പോൾ അതിന് തുരങ്കം വെക്കുന്ന നടപടിയാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അദ്ദേഹത്തെ 2 തവണ തോൽപ്പിച്ചു. ആ ആദ്യത്തെ തവണ തോൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ എഡ്വിന മൗണ്ട് ബാറ്റന് എഴുതിയ കത്താണ്, നെഹ്റു എഴുതിയ കത്തിലാണ് പറയുന്നത് അയാളെ ഞങ്ങൾ തോൽപ്പിച്ചു എന്ന്. എല്ലാ കാലത്തും ബിജെപിയുടെ ചർച്ച ഇതായിരുന്നു. ഗാന്ധിയും നെഹ്റുവും തമ്മിൽ വലിയ ശത്രുക്കളായിരുന്നു, നെഹ്റുവും പട്ടേലും തമ്മിൽ വലിയ ശത്രുക്കളായിരുന്നു. ഇപ്പൊ പുതിയ കഥയിലേക്ക് നെഹ്റുവും അംബേദ്കറും തമ്മിൽ വലിയ ശത്രുക്കളായിരുന്നു. അല്ല, ഞാൻ പറയുന്നത് ഇത്തരം കഥകൾ നിർമ്മിച്ചത് കൊണ്ട് അല്ലല്ല, ഞാൻ പറയട്ടെ അദ്ദേഹത്തിന്റെ സമയത്ത് അദ്ദേഹം സംസാരിച്ചല്ലോ. ഞാൻ പറയുന്നത് എന്താണ് ഈ രാജ്യത്തിന്, എന്തിനാണ് വിദേശത്തിരിക്കുന്ന ഒരു വനിതയ്ക്ക് ഇത്തരത്തിൽ നെഹ്റു കത്തെഴുതിയത്? ഗാന്ധിയെ സമ്മർദ്ദത്തിലാക്കിയാണ്. അല്ല, ഞാൻ പറയട്ടെ, വ്യക്തിപരമായിട്ടുള്ള എതിർപ്പുകൾ, ഗാന്ധിയും നെഹ്റുവും തമ്മിൽ വലിയ രീതിയിലുള്ള ആശയപരമായിട്ടുള്ള എതിർപ്പുകളും രാഷ്ട്രീയപരമായിട്ടുള്ള രണ്ട് വ്യത്യസ്തരായ എന്തിനാണ് നമ്മൾ പറയല്ലേ ഈ മുട്ടനാട് ചോര കുടിക്കുന്ന സ്വഭാവം പോലെ എന്തിനാണ് ഇതിന്റെ ഇടയിൽ കിടന്ന്? കാരണം ഇത് ചരിത്രത്തിൽ മൺമറിഞ്ഞു പോയ ഈ രാജ്യത്തിന് വേണ്ടി വലിയ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള മനുഷ്യർ തമ്മിലുള്ള നിലപാടിന്റെ ആശയങ്ങൾ തമ്മിലുള്ള വലിയ സംവാദങ്ങളെ ഇപ്പോഴും ഞാൻ പറയുന്നത് നിങ്ങൾ എന്തിനാണ് അസ്വസ്ഥതപ്പെടുന്നത്? മനസ്സിലാവുന്നില്ല. സവർക്കറെ ആദരിക്കാൻ ആദ്യം പഠിക്കും. അല്ല, സവർക്കറെ ഞാൻ പറഞ്ഞില്ല, സവർക്കറെ ആദരിക്കേണ്ടവർ ആദരിച്ചോളൂ. ഞാൻ പറഞ്ഞില്ല, അതില് എനിക്ക് സവർക്കറെ ആദരിക്കേണ്ടവർക്ക് ആദരിക്കാം. അക്കാര്യത്തിൽ നിങ്ങൾക്ക് തീരുമാനമെടുക്കാം. ഞങ്ങൾ ആരെ ഞാൻ നേരത്തെ ചോദിച്ചത് എവിടെയാണ് അമിത്ഷാ അംബേദ്കറെ അപമാനിച്ചത്? അതിന് താങ്കൾ മറുപടി പറഞ്ഞില്ല. ഞാൻ പറയുന്നത് അത്തരത്തിൽ ഇത് അംബേദ്കറെയും കോൺഗ്രസിനെയും അപമാനിക്കുകയാണ്. ഇതൊരു ഫാഷനാണ്. അല്ലെങ്കിൽ അംബേദ്കർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മൂല്യം എന്താണ്, അദ്ദേഹം ഈ രാജ്യത്തിന് ചെയ്തിട്ടുള്ള കോൺട്രിബ്യൂഷൻ എന്താണ് എന്ന് തിരിച്ചറിഞ്ഞു. കാരണം ഇത് സംസാരിക്കുന്നത് ഏതെങ്കിലും കവലയിൽ നിന്നുകൊണ്ട് ഏതെങ്കിലും ബിജെപിയുടെ ഏറ്റവും താഴെത്തട്ടിലുള്ള ഒരു പ്രചാരകനല്ല സംസാരിക്കുന്നത്. രാജ്യത്തിന്റെ പാർലമെന്റിൽ നിന്നുകൊണ്ട് രാജ്യത്തിന്റെ ഏറ്റവും ഉയർന്ന പദവിയിലിരിക്കുന്ന ഒരാളാണ് സംസാരിക്കുന്നത്. ഈ ഘട്ടത്തിൽ അദ്ദേഹം എന്താണ് പാർലമെന്റിൽ പറഞ്ഞത് എന്നത് കൂടി നമ്മൾ ചർച്ച ചെയ്തു പോകണം. കാരണം നിങ്ങൾ ഫാബ്രിക്കേറ്റ് ചെയ്ത് പ്രചരിപ്പിച്ച 20 സെക്കൻഡോ 40 സെക്കൻഡോ വീഡിയോ മാത്രമല്ല, ഇതിന്റെ കൃത്യമായ യാഥാർത്ഥ്യം PIB ഇന്ന് പുറത്തുവിട്ടിട്ടുണ്ട്. ആ വാക്കുകൾ ഒന്ന് നമുക്ക് കേട്ടുപോകാം. ആ വാക്കുകൾ നമുക്കൊന്ന് കേട്ടുപോകണം. അതിൽ വളരെ കൃത്യമായി കോൺഗ്രസ് അംബേദ്കറോട് കാണിച്ച കൊടുംവഞ്ചനയുടെ കാര്യങ്ങളാണ് ഇന്നലെ അമിത്ഷാ പാർലമെന്റിൽ പറഞ്ഞത്. അത് മൂടിവെക്കാൻ വേണ്ടിയിട്ടാണ് അപമാനിച്ചു എന്ന നറേറ്റീവ് നിങ്ങൾ കൊണ്ടുവന്നത്. अभी एक फैशन हो गया है, अम्बेडकर 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 अम्बेडकर। इतना नाम अगर भगवान का लेते तो 7 जन्मों तक स्वर्ग मिल जाता। मान्यवर, अभी एक फैशन हो गया है, अम्बेडकर 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 अम्बेडकर। इतना नाम अगर भगवान का लेते तो 7 जन्मों तक स्वर्ग मिल जाता। अच्छी बात है ना? सुनिए ना, आप सुनिए ना, मैं बताता हूं। हमें तो आनंद है कि अंबेडकर का नाम लेते हैं। अंबेडकर का नाम अभी 100 बार ज्यादा लो, परंतु साथ में अंबेडकर जी के प्रति आपका भाव क्या है ये मैं बताता हूं। मान्यवर, अंबेडकर जी को देश की पहली कैबिनेट से इस्तीफा क्यों दे दिया? अंबेडकर जी ने कई बार कहा कि अनुसूचित जातियों और जनजातियों से हुए व्यवहार से
मैं असंतुष्ट हूं। सरकार की विदेश नीति से मैं असहमत हूं और आर्टिकल 370 से मैं असहमत हूं। इसलिए वो छोड़ना चाहते थे, उनको आश्वासन दिया गया, आश्वासन पूरा नहीं हुआ, उन्होंने इग्नोरेंस के चलते इस्तीफा दे दिया। സോയ, ഇതാണ് പാർലമെന്റിൽ ഇന്നലെ ഉണ്ടായത്. വളരെ കൃത്യമായി കോൺഗ്രസ് വേട്ടയാടി അംബേദ്കറെ കുറിച്ചാണ് ആഭ്യന്തരമന്ത്രി സംസാരിച്ചത്.